ഇതാരിക്കണത്? കണ്ണും പിടിക്കുന്നില്ല, പ്രായമായോണ്ടാണെന്ന് തോന്നുന്നത്. നമ്മളെ ദിവ്യ ചേച്ചി. എന്ത് ചേച്ചി ഇങ്ങനെ ഒരു വേഷത്തില്? മനസ്സിലായില്ല. റെഡ് ഈസ് ഇൻ ജസ്റ്റ് എ കളർ, ഇറ്റ്സ് എ ആറ്റിറ്റ്യൂഡ്. ശരിയാ, മാസ് ലുക്ക. കത്തിവേഷം പോലെ ഉണ്ട്. അല്ലല്ല, നല്ല ചേച്ചിയെ കണ്ടിട്ട് നല്ല എന്ന ലുക്ക് അല്ലേ ഇത്. നിങ്ങളൊന്ന് നോക്കിക്കാ, ലുക്ക് കണ്ടാൽ തന്നെ നമുക്കങ്ങ് ചോര തിളച്ച് കയറും. ഇത് ആറ്റിറ്റ്യൂഡ് തന്നെ ചേച്ചി. ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മുകളിലോട്ട് കറുപ്പ്, താഴോട്ട് ചുമപ്പ്. അതാണ് ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ്. ഇന്ന് കാളെ പിടിയിട്ടില്ലേ നമ്മുടെ പി ദിവ്യ, കണ്ണൂരിൻ്റെ പുലിക്കുട്ടി, സിംഗക്കുട്ടി എന്നൊക്കെ പറഞ്ഞു പോലീസുകാർ പോലും വാഴ്ത്തി തലയിലെടുത്ത് വെച്ചോണ്ട് കിടന്ന നമ്മുടെ ദിവ്യ ചേച്ചി. നിങ്ങൾ മറന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ നാവ് കൊണ്ട് ചോര ഊറ്റി വലിച്ചു കുടിച്ച ആളുകളെ കൊല വിളിക്കുന്ന നമ്മുടെ ദിവ്യ ചേച്ചി അറിയില്ലേ? അത് തന്നെ പി ദിവ്യ. നമ്മുടെ പാവം നവീൻ ബാബു സാറിനെ വിളിക്കാത്ത സദ്യക്ക് വലിഞ്ഞു കയറി ചെന്ന് ഉണ്ണും എന്ന് പറയുന്നത് പോലെ പെണ്ണും പിള്ള ആരും വിളിച്ചില്ല. അങ്ങേര് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നു. അങ്ങേരും വിളിച്ചില്ല, അങ്ങേരെ കുടുംബക്കാരും വിളിച്ചില്ല, കൂടെ ജോലി ചെയ്യണ ആളും വിളിച്ചില്ല. പിന്നെ കളക്ടറേമാൻ വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, അത് നമുക്കറിയില്ല. എന്തായാലും ആ പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് ആളായി ചേച്ചി. അന്ന് ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കണ്ടത്. അതായത് ഒരാളെ കൊല്ലുന്ന എങ്ങനെ, നാവ് കൊണ്ട് ഒരാളെ കൊല്ലുന്ന എങ്ങനെ എന്നൊരു ആറ്റിറ്റ്യൂഡ് അന്ന് നമ്മൾ കണ്ടായിരുന്നു. നോട്ട് ദ പോയിന്റ് ആറ്റിറ്റ്യൂഡ്. ആളുകളെ നാവ് കൊണ്ട് എങ്ങനെ കൊല്ലുന്നു എന്ന ആറ്റിറ്റ്യൂഡ് അന്ന് ചേച്ചി ഇട്ടായിരുന്നു. അന്ന് ചേച്ചി മാരകമായി പ്രസംഗമൊക്കെ നടത്തി. ഒരു ക്യാമറാമാനെയൊക്കെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തു. ചേച്ചി ഇങ്ങനെ നല്ല സാരിയിലൊക്കെ ഇരുന്നു. ചേച്ചി ഇങ്ങനെ ഫോക്കസ്, നല്ല വൈഡ് ആറ്റിറ്റ്യൂഡ്, വൈഡ് ആറ്റിറ്റ്യൂഡിലൊക്കെ ഷൂട്ട് ചെയ്തു. ചേച്ചി അത് ചാനലുകൾ മുഴുവൻ വിതരണം ചെയ്തു. ആ മനുഷ്യനെ നാറ്റിക്കേണ്ടതിൻ്റെ മാക്സിമം നാറ്റിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ പാവം അപമാന ഭാരത്താൽ തൂങ്ങി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഭാര്യ ഭർത്താവില്ലാത്തതായി, അച്ഛനും അമ്മയും മകൻ നഷ്ടപ്പെട്ടവരായി. മക്കള് എത്രയോ വർഷം ജീവിച്ച് മക്കളോടൊപ്പം കളിച്ച് ചിരിച്ച് അവരുടെ എല്ലാ ഉയർച്ചകളും കാണേണ്ട ഒരു മനുഷ്യനെ അദ്ദേഹം വിരമിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കൊന്നു. എന്നിട്ട് ചേച്ചി അന്നും കുറെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടു. ചേച്ചി കുറെ മാസം ഡയലോഗൊക്കെ നടത്തി. ചേച്ചി വലിയ ആളായി. കാരണം പിണറായിയുടെ ചേച്ചിയുടെ കഷത്തിരിക്കുന്ന ആളാണല്ലോ പിണറായി. അതുകൊണ്ട് ചേച്ചിക്ക് എന്തും കാണിക്കാം. ചേച്ചി ഇടയ്ക്ക് ഒരു ബോട്ടൊക്കെ ഒട്ടിക്കുന്നത്, അതായത് പണ്ട് വീണാ ജോർജ്, ഈ കപ്പൽ മുങ്ങില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താൻ ഇപ്പൊ കേരളം മുഴുവൻ കുട്ടിച്ചോറാക്കി കൊണ്ടിരിക്കുകയാണെന്ന് ആളുകൾ പറയും. നമുക്കറിയില്ല, ഭൂരിഭാഗം പറയുന്ന സഹാക്കളാണ്. എന്തായാലും ചേച്ചിയുടെ ഈ ആറ്റിറ്റ്യൂഡിന് താഴെ കുറച്ച് കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. റെഡ് ഡെവിൾ, യെസ് വി നോ ദാറ്റ് റെഡ് ഡെവിൾ, റെഡ് ബുൾ, അടുത്ത് ആൻഡ് ബ്ലാക്ക് ഫോർ LDF ഗവൺമെന്റ്. ഇങ്ങനെ അതിന് താഴെ വന്നൊരു ഭാസ്കർ കുമാർ, അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു കമന്റാണ്. മൈ ആറ്റിറ്റ്യൂഡ്, കഷായം ഗ്രീഷ്മ, കൂടത്തായി ജോളി, പെട്രോൾ പമ്പ് ദിവ്യ, ബ്ലഡ് ഈസ് റെഡ്, കില്ലേഴ്സ് ലൈക്ക് റെഡ്, പിണു ഡസ് നോട്ട് ലൈക്ക് ബ്ലാക്ക്, സോ ബി കെയർഫുൾ. അതും പറയുന്നുണ്ട്. കറുപ്പ് കണ്ട കാലിളകുന്ന ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ. എന്തോ കറുപ്പിനോട് എനിക്ക് അറപ്പാണ് എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. കറുത്ത കൊടി കാണാൻ പാടില്ല, കറുത്ത കൊട കാണാൻ പാടില്ല, കറുത്ത മനുഷ്യരെ കാണാൻ പാടില്ല, കറുത്ത തുണി കാണാൻ പാടില്ല. പിണറായി സഖാവിന്റെ കാലത്ത് കറുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏക മാർഗം കറുത്ത അണ്ടർവെയറുകളാണ്. കാരണം അതാകുമ്പോൾ ചിലപ്പോൾ പോലീസ് അതും തപ്പും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നല്ലത്. സേഫ് റെഡാണ്. റെഡ് മയം എന്ന് പറയുന്നതാണ് നല്ലത്. സഖാവ് പിന്നെ ഗോവിന്ദമാഷ് പറയുന്നത്, നീ ഞങ്ങളെ കൊണ്ടേ പോവുള്ളൂ അല്ലേ, ഞങ്ങളെ ഇങ്ങനെ നാറ്റിക്കാൻ ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? മൊത്തം ഇരുന്ന് ജയിച്ചപ്പം പറയുന്നത് എൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയം, ചുമപ്പ് വിടർത്തിയിട്ടും ജയിച്ചില്ല. അപ്പോൾ എൻ്റെ വാർഡ്, എൻ്റെ കസേര, ഞാൻ എന്നെ കൊണ്ട് ഈ കണ്ണൂരങ്ങ് ചുമപ്പ് പരവതാനി വിരിച്ചു എന്നാണ് ചേച്ചി പറയുന്നത്. അവിടെ UDF പിടിച്ചു എന്ന് ചേച്ചി അറിയില്ല. ചേച്ചി ഇടുന്ന ഇട്ടാവട്ടത്ത് എവിടെയോ LDF ജയിച്ചു. അതിന് ചേച്ചി ഒരു മാസ് നീക്കമൊക്കെ ഫേസ്ബുക്കിലൂടെ നടത്തി. അത് കഴിഞ്ഞ് ശ്രീലേഖയുടെ നെഞ്ചത്ത് കയറാൻ പോയി. ആളുകൾ വലിച്ചു കീറി ഒട്ടിച്ചു വെച്ച്, നാവും കൊണ്ട്, പിഴച്ച നാവും കൊണ്ട് ഇനി ഈ എട്ടാവട്ടത്ത് കാണരുത് എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇതുപോലെ അഹങ്കാരം കാണിച്ച മറ്റൊരു പെണ്ണും പിള്ളി ഉണ്ടായിരുന്നു. അല്ലല്ലോ, കുണുവാവ
മേയറൂട്ടി കുണുവാവ ഇപ്പൊ കോഴിക്കോട് പോയി അടുക്കളയിലെ ചില പരിപ്പിന് അല്ല സാമ്പാറിന് എത്ര പരിപ്പിടണം, മീനിന് എത്ര തേങ്ങ അരക്കണം. കണ്ണൂർ തേങ്ങ അരയ്ക്കുമോ മീൻ? അല്ല കോഴിക്കോട്, എനിക്ക് അത്ര പിടിയില്ല കേട്ടോ കോഴിക്കോട്. എന്തായാലും തലസ്ഥാനത്ത് അരയ്ക്കും, അതുകൊണ്ട് തലസ്ഥാനത്ത് നിന്നാണല്ലോ പോയത്. അപ്പോൾ മീനിന് എത്ര തേങ്ങ അരയ്ക്കും, പിന്നെ അങ്ങനെ ചക്കയ്ക്ക് എത്ര ഉപ്പിടണം, അങ്ങനെ ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചേച്ചി പഠിച്ചു തീരട്ടെ. പഠിച്ചു തീർന്നു കഴിയുമ്പോൾ ചേച്ചിയെ അടുത്ത തെരഞ്ഞെടുപ്പിന് നിർത്തി നാണം കെടാൻ വീണ്ടും LDF തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. വേണമെങ്കിൽ പൂർണ്ണ പരാജയം കിട്ടാൻ വേണ്ടി സഖാക്കന്മാരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നിർത്തി. കാരണം ഇപ്പോ ഈ ശിവൻകുട്ടി പറയുന്നു രാജീവ് ചന്ദ്രശേഖർ ഉള്ളതുകൊണ്ട് ആ ഏരിയയിലേക്ക് ഞാൻ മത്സരിക്കില്ല, പിണറായി വിജയൻ പറഞ്ഞാലും ഞാൻ ആ വഴി വരില്ല. അങ്ങനെ ശിവൻകുട്ടി മായം ഇങ്ങനെ ആയി കിടക്കാണ്, വരില്ല എന്നാണ് പറഞ്ഞത്. അതിനിടയ്ക്കാണ് ചേച്ചിയുടെ, ഒന്ന് ആലോചിച്ച് നോക്ക്, പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ചേച്ചിയുടെ ഒരു മൈൻഡ് ആകെക്കൂടെ നാണം കെട്ട് നിൽക്കുകയാണ് സഹാക്കന്മാര്. ശബരിമല ഒരു ഭാഗത്ത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവി മറുഭാഗത്ത്. മൊത്തത്തിൽ പിണറായി വിജയൻ എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെയെങ്കിലും സോണിയയുടെ നെഞ്ചത്ത് കൊണ്ട് വെച്ചിട്ട് തടി ഊരാൻ പറ്റുമോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോടതി ഓരോ ദിവസമായിട്ട് ചോദിക്കുകയാണ്, നീയൊക്കെ ദൈവത്തിനെയും വെറുതെ വിട്ടില്ലല്ലാടാ എന്ന് കോടതി പുറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കണം. ഇതിന്റെ ഇടയ്ക്കാണ് ചേച്ചി ഇങ്ങനെ കണ്ടോ നിങ്ങൾ ആ ഫോട്ടോയൊക്കെ, ചുവന്ന പിന്നെ മുണ്ട് കറുത്ത ഷർട്ടും ഒക്കെ ഇട്ട് പിണറായിയുടെ അടുത്തൊന്നും ചെന്ന് നിന്ന് കളയല്ലേ. കാരണം ഇരട്ടച്ചങ്കനാണ്, ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ പോയ മനുഷ്യനാണ്. ചങ്ക് തകർന്നിരിക്കുന്ന ഈ സമയത്ത് ഇമാതിരി പേക്കൂത്തുമായിട്ട് വന്ന ആ മനുഷ്യൻ വല്ല വാള ഓങ്ങിയ പിന്നെ തല പോയെന്നും കൈ പോയെന്നും കാല് പോയെന്നും പറഞ്ഞ് ചേച്ചി നിലവിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇനിയും നാവുകൾ കൊണ്ട് ആളുകളെ കൊല്ലാനുള്ളതാണ് ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ്, അതാണല്ലോ. ഇപ്പൊ നാവുകൾ കൊണ്ട് ഇനിയും ആളുകളെ കൊല്ലാനുണ്ട്, നമുക്ക് ഇനിയും ആളുകളെ നെഞ്ചത്ത് കയറാനുണ്ട്, അവർ തിരിച്ചാ കത്തി ഊരി ചേച്ചിയുടെ നെഞ്ചത്ത് കുത്താനുണ്ട്. അങ്ങനെ കലാപരിപാടികൾ ഇനി വരുന്നതേ ഉള്ളൂ. സ്റ്റേജിൽ അല്ല കുറച്ചു നേരം സലീം കുമാറിന്റെ അടുത്തോട്ട് പോയി, അല്ല ചേച്ചി ഒരുപാട് ചേച്ചിയുടെ DYFI ചീമേനി. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാനൊക്കെ വിചാരിക്കും, നമ്മളൊന്നും രക്ഷപ്പെട്ടില്ലേ, നമ്മളൊന്നും ഒരിടെ എത്തിയില്ലേ, നമ്മളെയൊക്കെ ആളുകൾ ഇങ്ങനെ തെറിയൊക്കെ വിളിക്കുകയാണല്ലോ. ജേർണലിസം ഒക്കെ പഠിച്ചിട്ട് നമ്മൾ വന്നിരുന്ന സത്യസന്ധമായ വാർത്തകൾ പറയുമ്പോൾ വേദനിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുമ്പോൾ പലരും വന്നിട്ട് വീട്ടുകാരെ നമ്മളെയൊക്കെ അറഞ്ചം പറഞ്ഞ് തെളി വിളിക്കും. തുടക്കത്തൊക്കെ നമ്മൾ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു തെറി വിളിക്കുമ്പോൾ. ഇപ്പം ഞാൻ ഈ ആര്യ രാജേന്ദ്രനെയും PP ദിവ്യയുടെ ഒക്കെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ റിയ സജസ്റ്റ് ചെയ്തു, നിനക്ക് വിഷമം വരുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും കമന്റ് ബോക്സ് എടുത്ത് കേൾക്കുക, എന്ത് റിലാക്സ് കിട്ടുമെന്ന് അറിയാമോ? ആ റിലാക്സിലാണ് ഇപ്പം ജീവിക്കുന്നത്. ഇവരുടെയൊക്കെ വിഷമിച്ച് മോട്ടിവേഷൻ, അതായത് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ ഇവരുടെയൊക്കെ സഹാക്കന്മാരുടെ പിന്നെ പിണറായി വിജയനെതിരെ ഇങ്ങനെ ഇതിടാൻ ഭയക്കും, കാരണം പോലീസ് എപ്പോഴാണ് പൊക്കുന്നതെന്നറിയില്ല. ഈ കുട്ടി സഹാക്കളുടെയൊക്കെ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കിയാൽ അതിൽ കിട്ടുന്ന റിലാക്സേഷൻ മറ്റൊന്നിനും തരാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കും ഇത്രയും തെറിവിളി കൊണ്ടിട്ടും ഈ ആറ്റിറ്റ്യൂഡ് കാണിച്ച് ഇവരിങ്ങനെ ഇരിക്കുന്നില്ലേ, അപ്പൊ നമ്മളെയൊന്നും അതിന്റെ പകുതി പോലും ഇവരാരും വിളിക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ അത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കണം ഇത്രയും ചങ്കുറപ്പോടെ ഇരട്ടച്ചങ്കന്റെ പെൺപടകൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്നില്ലേ, അപ്പോഴാണോ ഇത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത റിലീഫ് ഉണ്ടല്ലോ, അതാണ് മക്കളെ ഒരു റിലീഫ്. അതുകൊണ്ട് ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് ഒരു ഒന്നൊന്നര ആറ്റിറ്റ്യൂഡ്. പക്ഷെ പിണറായി വിജയനും ഗോവിന്ദ സഹാവും തലയിൽ കൈവച്ചിരിക്കുകയാണ്, നീ ഞങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. ഒരുത്തിയെ കോഴിക്കോട് പറഞ്ഞു വിടാപ്പെട്ട പാട് പടച്ചോനെ ഞങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അടുത്തത് നിന്നെ എങ്ങനെയും ഓട്ടിക്കണം, അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. നല്ല ജോലിയെടുത്ത് ജീവിരി പെണ്ണുപിള്ളേ, പണിയെടുത്ത് ജീവിരി, ആളുകളെ പറ്റിച്ച് ജീവിക്കാതെ പണിയെടുത്ത് ജീവിരി.